ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പലരും പല മാർഗങ്ങളും ആരായുന്നു. കുറച്ച് പേര് പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുന്നു, ചിലർ മിഠായി സമർപ്പിക്കുന്നു, ചിലർ പുഷ്പ അർച്ചന നടത്തുന്നു, ചിലർ മെഴുകുതിരി കത്തിക്കുന്നു, ചിലർ അഗർബത്തി കത്തിക്കുന്നു, ചിലർ മല കയറുന്നു, ചിലർ പുണ്യനദികളിൽ മുങ്ങുന്നു, ചിലർ പാല്, നെയ്യ് തുടങ്ങിയവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ചിലർ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും സേവിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു, ചിലർ സ്വന്തം ശരീരത്തെ ദണ്ഡനമേൽപ്പിക്കുന്നു, ചിലർ പക്ഷിമൃഗാദികളെ ബലി കഴിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് ഈ വക കാര്യങ്ങൾ ചെയ്താൽ ദൈവം പ്രസാദിക്കും എന്നാണ്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയും എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. തുടർന്നും നമുക്ക് നോക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുന്നു. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഈ വിഷയമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു വൈരുദ്ധ്യം, ഒരു കോൺട്രാഡിക്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ബുദ്ധിയും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് യുവർ വിസ്ഡം ആർ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഏകദേശം 30 വർഷത്തെ എൻ്റെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിൽ ആയിരുന്നപ്പോൾ കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യങ്ങളാണിവ. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ലീഡർ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദർശനവും അതിൻ്റെ പരിണാമവും ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ വ്യക്തിയുടെയോ ഓർഗനൈസേഷൻ്റെയോ പേര് പറയുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിൻ്റെ സമാപ്തിയിലേക്ക് എത്താൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അത് ലഭ്യമാകാൻ വേണ്ടിയുള്ള എല്ലാ മുഖാന്തരങ്ങളും ദൈവം തന്നെ ഒരുക്കി. കുറച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്തു എങ്കിലും കോടികൾ ആ ദർശനത്തിൻ്റെ ഭാഗമായി ലഭിച്ചു. അതുവരെ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനാൽ നടന്നിരുന്ന ആ വ്യക്തി ഈ ഫണ്ടൊക്കെയും വരാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇനിയും നീ മാറി ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി. ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ ബുദ്ധിയിലൂടെ ഞാൻ നടത്തും. അങ്ങനെ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ ഈ ഓർഗനൈസേഷൻ്റെ വിഷൻ മാറി, മിഷൻ മാറി. ഇപ്പോൾ അതൊരു സെക്കുലർ ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അവിടെ സുവിശേഷ വേലക്കാർ ഇല്ല, മറിച്ച് സുവിശേഷ കൂലിക്കാരാണ് പണി ചെയ്യുന്നത്. വിരലിൽ എണ്ണാവുന്ന സമർപ്പണമുള്ള ദൈവദാസന്മാർ കുറച്ചു പേരുള്ളതുകൊണ്ട് ഇന്നും ആ ഓർഗനൈസേഷൻ നടന്നു പോകുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നാം സാധാരണയായി വിചാരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ആയിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടവും എന്ന്. അതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പല മാർഗങ്ങളും ആരായുന്നു. കുറച്ച് പേര് പഴവർഗ്ഗങ്ങൾ സമർപ്പിക്കുന്നു, ചിലർ മിഠായി സമർപ്പിക്കുന്നു, ചിലർ പുഷ്പാർച്ചന നടത്തുന്നു, ചിലർ മെഴുകുതിരി കത്തിക്കുന്നു, ചിലർ അഗർബത്തി കത്തിക്കുന്നു, ചിലർ മല കയറുന്നു, ചിലർ പുണ്യനദികളിൽ പോയി മുങ്ങുന്നു, ചിലർ പാല്, നെയ്യ് തുടങ്ങിയവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ചിലർ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും സേവിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു, ചിലർ സ്വന്തം ശരീരത്തിൽ ദണ്ഡനമേൽപ്പിക്കുന്നു, ചിലർ പക്ഷിമൃഗാദികളെ ബലി കഴിക്കുന്നു,
ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് ഈ വക കാര്യങ്ങൾ ചെയ്താൽ ദൈവം പ്രസാദിക്കും എന്നാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇഷ്ടം അല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ഇവിടെ രസകരമായ ഒരു ഉദാഹരണം പറയുവാൻ താല്പര്യപ്പെടുന്നു. ധനികനും വളരെ പ്രസിദ്ധിയാർജിച്ചതും ഒരു കേസ് പോലും ഇന്ന് വരെ തോറ്റിട്ടില്ലാത്തതുമായ ഒരു ബ്രാഹ്മണ വക്കീൽ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനും ദരിദ്രനുമായ ഒരു മീൻപിടുത്തക്കാരൻ. ഇവരാണ് കഥാപാത്രങ്ങൾ. മീൻപിടുത്തക്കാരന് ആ ഒരു ജോലി മാത്രമേ അറിയാവൂ. വരുമാനമാർഗമോ ഒരു നല്ല വള്ളമോ ഒരു നല്ല വലയോ ഒന്നുമില്ലാത്ത സൽസ്വഭാവിയും ശുദ്ധനുമായ ഒരു മനുഷ്യൻ. ഒരു ദിവസം ആ നാട്ടിൽ നടന്ന ഒരു കൊലപാതകം. പോലീസ് എല്ലാം ചേർന്ന് ആ സാധുവായ മത്സ്യത്തൊഴിലാളികളുടെ മേലിൽ ഈ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ ധനികനായ ബ്രാഹ്മണ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു. എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനെ ജയിൽ മോചിതനാക്കണം, അല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. വക്കീലിന് ഈ കുടുംബത്തോട് ദയ തോന്നി. കേസ് വാദിക്കാമെന്നേറ്റു. ആദ്യം തന്നെ ജാമ്യത്തിൽ മത്സ്യത്തൊഴിലാളിയെ ജയിലിൽ നിന്നും ഇറക്കി. ജയിലിൽ നിന്ന് ഇറങ്ങിയ മത്സ്യത്തൊഴിലാളി വളരെ അധ്വാനിച്ച് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് വക്കീലിന് കൊടുക്കാൻ പോയി. വക്കീൽ ആ പൈസ വാങ്ങാതെ അവരെ തിരിച്ചയച്ചു. മത്സ്യത്തൊഴിലാളിയും കുടുംബവും വിചാരിച്ചു, വക്കീൽ വളരെ പ്രസിദ്ധനായ ഒരു വക്കീലാണല്ലോ, നമ്മൾ കൊടുത്ത പൈസ കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും ആ പൈസ വാങ്ങാതിരുന്നത്. അങ്ങനെ ചിന്തയിൽ വീണ്ടും മത്സ്യത്തൊഴിലാളി വളരെ കഠിനമായി അധ്വാനിച്ചു. കുറച്ച് കൂടുതൽ പൈസ സ്വരൂപിച്ച് വക്കീലിന് കൊടുക്കാൻ പോയി. രണ്ടാം പ്രാവശ്യവും വക്കീൽ പൈസ വാങ്ങാതെ അവരെ തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സാഹചര്യം എനിക്കറിയാവുന്നതുകൊണ്ടും നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കേസെടുത്ത് കേസ് ഫ്രീ ആയിട്ട് വാദിക്കാമെന്ന് തീരുമാനിച്ചത്. ഈ പൈസ കൊണ്ടുപോയി നിങ്ങളുടെ മക്കൾക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. കുറച്ച് നാളുകൾ കഴിഞ്ഞു. പല പ്രാവശ്യം വിചാരണ നടന്നു. അവസാനം വക്കീൽ ആ കേസ് ജയിച്ചു. മത്സ്യത്തൊഴിലാളി ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ മത്സ്യത്തൊഴിലാളിയും തൻ്റെ ഭാര്യയ്ക്കും കേസ് ജയിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും വക്കീലിന് പ്രതിഫലം ഒന്നും കൊടുത്തില്ലല്ലോ എന്ന ചിന്ത അവരെ അലട്ടാൻ തുടങ്ങി. അവർ ഒരു തീരുമാനമെടുത്തു, എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് വക്കീലിന് കൊടുക്കണം. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഈ മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാനായിട്ട് പോയപ്പോൾ ഒരു വലിയ മീൻ അവർക്ക് ലഭിച്ചു. രാവിലെ മത്സ്യത്തൊഴിലാളിയും തൻ്റെ ഭാര്യയും പറഞ്ഞു, ഈ മീൻ വക്കീലിന് സമ്മാനമായിട്ട് കൊടുക്കാം. രാവിലെ തന്നെ മത്സ്യത്തൊഴിലാളി ആ വലിയ മീൻ ഒരു കുട്ടയിൽ വെച്ച് വക്കീലിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും വക്കീൽ ഏതോ ആവശ്യത്തിന് രാവിലെ തന്നെ വീട്ടിൽ നിന്നും പോയിരുന്നു. വക്കീലിൻ്റെ ഭാര്യയോട് ചോദിച്ചു, വക്കീൽ സാർ എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, വൈകിട്ടേ വരുള്ളൂ. മത്സ്യത്തൊഴിലാളി ആ മീനും കൊണ്ട് വീടിന് പുറത്തുള്ള ഒരു ആൽത്തറയിൽ നേരം വൈകുന്നതുവരെ ഇരുന്നു. വൈകിട്ട് വക്കീൽ വന്നു. മത്സ്യത്തൊഴിലാളി ആ മീനും എടുത്തുകൊണ്ട് വക്കീലിൻ്റെ വീടിൻ്റെ വരാന്തയിൽ ചെന്ന് ഇരുന്നു. വക്കീൽ വന്നു ചോദിച്ചു, എന്തിൻ്റെയാണ് ഈ നാറ്റം? എന്താണ് ഈ നാറ്റം? കാരണം അറിയാതെ വക്കീൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ദേഷ്യത്തിൽ, അസഹ്യമായ നാറ്റം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തലേദിവസം രാത്രിയിൽ കിട്ടിയ മീനാണ് ഈ മത്സ്യത്തൊഴിലാളി വക്കീലിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത്. കൂടാതെ ചൂടുള്ള സമയവും. ആ മീൻ പഴുത്തളിഞ്ഞ് അതിൻ്റെ നാറ്റമായിരുന്നു അവിടെ എല്ലാം പരന്നത്. വക്കീൽ ചോദിച്ചു, എന്താണ് ഈ കൊട്ടയിൽ? മത്സ്യത്തൊഴിലാളി മീനിൻ്റെ പുറത്തിട്ടിരുന്ന ഇലകളെല്ലാം മാറ്റി അതുകൊണ്ട് പറഞ്ഞ്, ഇത് സാറിനായിട്ട് കൊണ്ടുവന്നതാണ്. മീൻ കണ്ടതോടെ
വക്കീൽ ദേഷ്യം സഹിക്കാതെ അലറിക്കൊണ്ട് പറഞ്ഞ് ഇതെടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരുന്നു. നിന്റെ കേസ് വാദിച്ച് ജയിച്ചു, അതിന് പ്രതിഫലമായിട്ട് നീ എൻ്റെ വീടും പരിസരവും അശുദ്ധമാക്കിയില്ലേ? നമുക്കറിയാം, കേരളത്തിലെ ബ്രാഹ്മിൻസ് മത്സ്യമാംസാദികളുടെ അടുത്തുപോലും പോകാത്തവരാണ്. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്കാണ് പഴുത്ത് അളിഞ്ഞ് നാറ്റം വെച്ച മീനുമായി ഈ മത്സ്യത്തൊഴിലാളി ചെന്നത്. ഇതുപോലും പാവം മത്സ്യത്തൊഴിലാളി ചിന്തിച്ചില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലായി? മത്സ്യത്തൊഴിലാളിയുടെ ഇഷ്ടമല്ല വക്കീലിൻ്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടമല്ല മറ്റൊരുവൻ്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാൻ ചിന്തിക്കുന്നതല്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ദൈവം പറയുന്നു, നിൻ്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. നമുക്കറിയാം, ബൈബിളിലെ ആദ്യത്തെ സഹോദരന്മാർ കയീനും ഹാബേലും ദൈവത്തിന് ബലി കഴിക്കാൻ പോയി. എന്നാൽ ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം കയീൻ വിചാരിച്ചു കയീൻ്റെ ഇഷ്ടമായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചു. ദൈവഹിതം അല്ലെങ്കിൽ ദൈവ ഇഷ്ടം ഇന്നതെന്ന് അറിയാൻ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇച്ഛാശക്തി, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിനുശേഷം ആത്മീയമായി ദൈവത്തോട് കൂടുതൽ അടുക്കണം. നാം ദൈവത്തോട് എത്രയും അടുക്കുന്നുവോ അത്രയും വേഗം ദൈവം നമ്മോട് അടുക്കുകയും അങ്ങനെ നാം ദൈവ ഇഷ്ടം ഇന്നതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യും. ദൈവ ഇഷ്ടം മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് ദൈവത്തിൻ്റെ വചനം, അതായത് ബൈബിൾ. നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരിഷ്ടം നിങ്ങൾക്ക് പറയാം. ഞാൻ തന്നെ പറയാം. ഒരു വചനം വായിക്കാം. 1 തെസ്സലോനി 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വ്യക്തമാക്കുന്നു. അതായത് ഒരു വിശ്വാസി തൻ്റെ ജീവിതം വിശുദ്ധിയോടെ നയിക്കണം എന്നതാണ്. ശുദ്ധീകരണം, അതായത് സാങ്ക്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവഭക്തിയിൽ വളരുക, പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് ജീവിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നു. വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ലൈംഗിക പാപങ്ങൾ, സെക്സ്വൽ ഇമ്മോറാലിറ്റി ഒഴിവാക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു എന്ന അർത്ഥമാണ്. വിശ്വാസികൾ അവരുടെ ശരീരം ദൈവത്തിന് അർപ്പിച്ചവയായതിനാൽ ആത്മീയവും ശാരീരികവുമായ ശുദ്ധത നിലനിർത്തണം. അതായത് വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് സാരം. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാനിതിനെ രണ്ടായി വിഭജിച്ച് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട ഇഷ്ടം, അതാണ് ഒന്നാമത്തേത്, റിട്ടൺ വിൽ ഓഫ് ഗോഡ്, ഓർ യു ക്യാൻ സേ കോമൺ വിൽ. രണ്ടാമത്തേത് ദൈവം സ്വയം പ്രകടിപ്പിക്കുന്ന ഇഷ്ടം, ടു നോ ദ വിൽ ഓഫ് ഗോഡ് പേഴ്സണലി. നാം ബൈബിൾ വായിക്കുമ്പോൾ ഏതാണ്ട് 10-12 എഴുതപ്പെട്ട ദൈവ ഇഷ്ടം നമുക്ക് കാണാം. അതിൽ 10 ദൈവ ഇഷ്ടത്തെപ്പറ്റി ബൈബിളിലെ ഒറ്റ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 1 തെസ്സലോനി 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നാം എല്ലാം യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, രക്ഷ പ്രാപിച്ചവരാണ്, സ്നാനപ്പെട്ടവരാണ് എന്നൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട്. ഞങ്ങൾ സെൻറ്റ് തോമസ് വന്ന കാലം മുതലേ
ക്രിസ്ത്യാനി കുടുംബമാണ്. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാർ മുതൽ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ പരമ്പരാഗതമായി പെന്തക്കോസ്ത് കുടുംബക്കാരാണ്. ഞങ്ങൾ IPCക്കാരാണ്. ഞങ്ങൾ ഏജിക്കാരാണ്. ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡുകാരാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര പഠിച്ചാലും നിങ്ങൾ ഇതുവരെ ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് നിങ്ങൾ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.